അഴിമതിയും കെടുകാര്യസ്ഥതയും മൂലം ബദിയടുക്ക പഞ്ചായത്തിലെ പദ്ധതി പ്രവർത്തനങ്ങളും സേവനങ്ങളും തകിടം മറിയുന്നതായി പരാതി. സ്വജനപക്ഷപാതവും ഭീഷണിയും അരങ്ങുവാഴുന്ന പഞ്ചായത്തിൽ പൊറുതിമുട്ടുകയാണ് പൊതുജനങ്ങൾ. നിരവധി പദ്ധതികളിൽ അഴിമതി നടക്കുകയും വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ളവ നടന്ന് ക്രമക്കേട് കണ്ടെത്തുകയും ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാർ ഫണ്ട് തിരിച്ചുപിടിക്കുകയും ചെയ്ത പഞ്ചായത്താണ് ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി അന്നത്തെ സെക്രട്ടറിമാരും എഞ്ചിനീയർമാരും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും സസ്പെൻഷനിലാവുകയും ചെയ്തിരുന്നു. കാലാകാലങ്ങളിലായി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചുമാണ് പഞ്ചായത്തിൽ ഭരണം നടന്നുവരുന്നതെന്നാണ് പൊതുവെയുള്ള പരാതി. സത്യസന്ധമായി ജോലി ചെയ്യാൻ ആഗ്രഹിച്ചെത്തുന്ന ജീവനക്കാർ പലരും ഇവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ തലം മാറിപ്പോവുകയാണ്. കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടെ നടന്ന അഴിമതി കാരണം അന്നുണ്ടായിരുന്ന സെക്രട്ടറിയും അസിസ്റ്റന്റും സസ്പെൻഷനിലായിരുന്നു. ഇതിനുശേഷം കണ്ണൂരിൽ നിന്നും വന്ന സെക്രട്ടറി ഭരണസമിതിയിലെ ചിലരുടെ ഭീഷണി കാരണം ആദ്യം ലീവെടുത്തു പോവുകയും പിന്നീട് സ്ഥലം മാറ്റം വാങ്ങി പോവുകയും ചെയ്തുവെന്നും നാട്ടുകാർ പറയുന്നു. ഇതിനുശേഷം വന്ന സെക്രട്ടറിയുടെ സ്ഥിതിയും സമാനമായിരുന്നു. ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല. മാസങ്ങളായിട്ട് സെക്രട്ടറി ഇല്ല, ആവശ്യമുള്ള ക്ലർക്കുമാരില്ല, അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് ചാർജ്. അസിസ്റ്റന്റ് സെക്രട്ടറി ഇപ്പോൾ ട്രെയിനിങ് നടന്നിട്ട് പോയിട്ടുണ്ട്, തിങ്കളാഴ്ച വരുന്നതാണ്. ഇത് ദിവസവും ജനങ്ങളുടെ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നിട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് ഈ പഞ്ചായത്ത്. ഭരണസമിതിയിലെ രാഷ്ട്രീയ നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് പിറ്റേ ദിവസം തന്നെ സെക്രട്ടറി ലീവെടുത്തു പോവുകയായിരുന്നു. അതിനുശേഷം ഇന്നുവരെ പഞ്ചായത്തിൽ സെക്രട്ടറിയില്ല. അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് പകരം ചാർജ് നൽകിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ട്രെയിനിങ്ങിലായതിനാൽ പഞ്ചായത്തിലെ പല പദ്ധതി പ്രവർത്തനങ്ങളും സേവനങ്ങളുമെല്ലാം തകിടം മറിയുകയാണ്. ഇതിനെതിരെ പ്രതിപക്ഷത്തേതെന്നതുപോലെ ഭരണസമിതിയിലെ പല അംഗങ്ങൾക്കും പരാതിയുണ്ട്. ഞങ്ങള് ജനപ്രതിനിധികൾ പലപ്പോഴും ഇടപെടാറുള്ളത് സാധാരണ ജനങ്ങൾക്ക് സമയബന്ധിതമായി കിട്ടേണ്ട സർട്ടിഫിക്കറ്റുകളും അവരുടെ കിട്ടേണ്ട അവരുടെ അവകാശങ്ങളായ മറ്റുള്ള പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആ നിശ്ചിത സമയത്തിനകത്ത് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടുത്തെ മെമ്പർമാരാണെങ്കിലും ഇവിടുത്തെ ഭരണസമിതിയാണെങ്കിലും ഇടപെടാറുള്ളത്. ആ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പൊതുജനങ്ങൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഭരണസമിതിക്കും അതുപോലെ ഞങ്ങളെപ്പോലുള്ള മെമ്പർമാർക്കും ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത എന്നുള്ള നിലയ്ക്ക് ഉദ്യോഗസ്ഥരുമായി അതിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും അവരോട് എത്രയും പെട്ടെന്ന് അത് നൽകാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളൊരു വിഷയം ആണ് ഞങ്ങളിവിടെ മുൻഗണനയായിട്ട് കാണുന്നത്. നിലവിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ലാത്ത ബദിയടുക്ക പഞ്ചായത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി മറ്റു പഞ്ചായത്തിലെ എഞ്ചിനീയർമാർക്കാണ് ഇവിടുത്തെ ചുമതല നൽകിയിരിക്കുന്നത്. അധിക ചുമതല കാരണം വല്ലപ്പോഴുമാണ് ഇവർ ഇവിടേക്കെത്തുന്നത്. ഇതുമൂലം പല പദ്ധതി പ്രവർത്തനങ്ങളും അവതാളത്തിലാണ്. മാത്രമല്ല സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരില്ലാത്തതിനാൽ പഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് ലഭിക്കുന്നുമില്ല. ഇതുമൂലം എല്ലാ തരത്തിലും പൊറുതിമുട്ടുകയാണ് ബദിയടുക്ക പഞ്ചായത്തിലെ പൊതുജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ഉപ്പള.